നമുക്ക് റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ ലൈസൻസ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ക്രമമായിട്ട് പഠിക്കുന്നത് അതേ രീതിയിൽ നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ. കാരണം നമ്മളിപ്പോ ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മളിപ്പോ ചിലപ്പം ഇപ്പൊ ചെയ്യുന്ന സമയത്ത് നമുക്ക് വണ്ടിയില്ല, വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ എവിടുന്ന വണ്ടി നമുക്ക് ചോദിക്കാം. ആ സമയത്ത് നമ്മളെ പഠിക്കുന്നതേ പാടൂ എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ഒരു വണ്ടി കാണാം, നമുക്ക് റോഡിലാണ് വണ്ടി ഓടിക്കേണ്ടത് എപ്പോഴും. അപ്പൊ ഈ റോഡുള്ളിടത്താണ് നമ്മുടെ വണ്ടി റോഡിലുണ്ടോ ഇതേപോലെ വണ്ടി ആ റോഡിൽ വേറെ വരാം. നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു അത് പഠിക്കുന്നു, അതുപോലെ തന്നെ ആയിരിക്കും നാളെ. ഇന്നിപ്പോ വണ്ടി ഇല്ല, ഇവിടെ നിന്ന് വണ്ടി വരത്തില്ല, നമ്മളത് ശീലമായി കഴിഞ്ഞാൽ നാളെ വണ്ടി ഇല്ലാത്തടത്തുനിന്നല്ല നമ്മൾ വണ്ടി എടുക്കേണ്ടത്, ഉള്ളിടത്തുനിന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സൈഡ് ഏതാ റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ ലൈസൻസ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് വണ്ടി കിടക്കുന്നത്. നമ്മൾ ആ ഒരു രീതി തന്നെ നമ്മൾ പഠിക്കുക. ലെഫ്റ്റ് സൈഡിൽ വണ്ടി കിടക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് എടുക്കുക. അപ്പൊ റൈറ്റ് സൈഡിലോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കുക. മിററിൽ നോക്കി വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. അപ്പൊ കാരണം ബൈക്കിന്ന് വരുന്ന വണ്ടിയുടെ സൈഡ് നമ്മുടെ സൈഡ് തന്നെ ആയതുകൊണ്ട് പിന്നെ ഈ ഒരു വീഡിയോ കാണുന്ന അറിയാവുന്നവരും ഇത് കാണുന്നുണ്ട്, ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഇത് കാണുന്നുണ്ട്, ഒട്ടും അറിയാത്തവരും കാണുന്നുണ്ട്. അവർക്ക് അറിയത്തില്ല അവരുടെ വണ്ടിയുടെ വീൽ എങ്ങോട്ടോ ഒടിഞ്ഞ ഇത് കണ്ട. ഇപ്പൊ ഞാൻ ഈ ഡ്രൈവിംഗ് സീറ്റ് എനിക്കറിയാം ഈ വണ്ടിയുടെ വീൽ എങ്ങോട്ടോ ഒടിഞ്ഞ് കിടക്കുന്നതെന്ന് അറിയാം. അതേ സമയത്ത് തുടക്കക്കാരെ സംബന്ധിച്ചോളം ഈ വണ്ടിയുടെ വീൽ എങ്ങോട്ടോ ഒടിഞ്ഞ് അറിയത്തില്ല. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു, വണ്ടി അങ്ങോട്ട് എടുത്താൽ സംഭവിക്കും. ബൈക്കിന്ന് വരുന്ന വണ്ടിയുടെ ഈ സൈഡ് തന്നെ ആയതുകൊണ്ട് എന്ത് ചെയ്യും, അതിന് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്ന ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇതിനകത്ത് ചോദിക്കാം. അവർക്ക് വേണ്ടി നിങ്ങൾക്ക് നാണമൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ആ കമന്റായിട്ട് ചോദിക്കാം, ഇന്നൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. നമുക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളത് മറ്റുള്ളവർ എന്തെങ്കിലും സംസാരിക്കുവോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും പറയുവോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് കണക്ക് കൂട്ടും, ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക വേണ്ട. ആ ഭാഗത്തേക്ക് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് വാഹനം ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് എങ്ങനെ ഒരു പേടി കൂടാതെ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ കയറിയാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പേടി കൂടാതെ ഒരു വാഹനം ഓടിക്കാൻ പഠിക്കാം. എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാമാണ് അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഡ്രൈവിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനെ പറ്റിയുള്ള തുടക്കക്കാർക്ക് വേണ്ടി ഒരു ബിഗിനർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ്. അതായത് ഇന്നലെ പലരും വന്നിട്ട് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചു ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അറിയാവുന്ന ഒരാളും ഈ ഒരു വീഡിയോ കാണുന്നതേ ഇല്ല. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് എന്തെല്ലാമാണ് ഒരു വാഹനത്തിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്നും അതെന്തിനൊക്കെ ആണെന്നും ഉള്ള കാര്യങ്ങൾ തൊട്ടാണ് മുഴുവനായിട്ടും ഈ ഒരു വീഡിയോക്ക് ഇത്ര ലെങ്തി കൂടുതലായി എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് കട്ട് ചെയ്ത് പോകരുത്. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി എന്തെല്ലാം ശ്രദ്ധിക്കണം, എന്തെല്ലാമാണ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി, അതിന്റെ പേരുകൾ എന്തൊക്കെയാണ്, എല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പുതിയതായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. കാരണം നമുക്ക് അറിയാവുന്നവരും ഉണ്ട് ഒരുപാട് പേര് ലൈസൻസും കൈവച്ചിട്ട് വാഹനം വീട്ടിലുണ്ടായിട്ടും വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാത്തവര്. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടതിന് ശേഷം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് ഞാൻ ആദ്യം മുതൽ ഓരോന്നോരോന്നോരോ കാണിച്ചു തരാം. നമ്മള് വാഹനത്തിൽ ഓടിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യമേ പരിചയപ്പെടുത്തി തരാം. ഇത് സ്റ്റിയറിങ്, ഇത് ഗിയർ, ഇത് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ. നമ്മളിപ്പോ സാധാരണ രീതി ABCD എന്ന് പറയും. ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. ഇത് സ്റ്റിയറിങ്, ഇത് ഹാൻഡ് ബ്രേക്ക്. കണ്ടില്ലേ, ഇത് ഹാൻഡ് ബ്രേക്ക്. ഇവിടെയാണ് നമ്മൾ ചാവിയൊക്കെ ഇടുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കണ്ടില്ല, താഴെ ഒരു കമ്പിയുണ്ട്. ഈ ഒരു കമ്പി ഈ ഒരു വാഹനത്തിന്റെ നമ്മുടെ സാധാരണ മാനുവൽ വാഹനത്തിനൊക്കെ താഴെ ഈ ഒരു ഭാഗത്ത് തന്നെ ആയിരിക്കും നമുക്ക് താഴത്തെ ഈ സീറ്റിന്റെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ചാര അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരും. ഇത് കണ്ടില്ലേ, നമ്മൾ ഈ ഒരു കമ്പിയിൽ പിടിച്ച് നമ്മളിങ്ങനെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ വരണം കേട്ടോ, എന്നാലേ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ചാര അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഇത് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്താണ്. ഞാനത് കറക്റ്റായിട്ട് അതിന്റെ കറക്റ്റായിട്ട് കാണിച്ചത്, ഞാൻ ഇതൊന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇതുപോലെ ചില വാഹനങ്ങളിലൊക്കെ നമുക്ക് ബേസ് മോഡൽ വണ്ടിക്കൊക്കെ കണ്ട് ഇതുപോലെ നമ്മുടെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ നമുക്ക് ചെയ്യാം. അതുപോലെ ഫുൾ ഓപ്ഷൻ വണ്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് അതുകൊണ്ട് ഈ ഡോറിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു മൊട്ട് ഇത് കാണും. അപ്പൊ അതിലാണ് നമ്മൾ മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ ഒരു വാഹനത്തിൽ കയറി ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിന്ന് വേണം ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ സീറ്റിലേക്ക് ഇരുന്നതിന് ശേഷം നമ്മുടെ സീറ്റ് ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം ആദ്യമേ കയറി ഇരുന്ന്. അപ്പൊ നമ്മൾ ഈ ഇത്ര സാധനങ്ങളാണ് വണ്ടി ഓടിക്കുന്നത്. സ്റ്റിയറിങ് തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഗിയർ ഇടാൻ വേണ്ടിയിട്ടാണ്. ആക്സിലേറ്റർ നമുക്ക് സ്പീഡ് കൂട്ടാൻ, വണ്ടിക്ക് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്സിലേറ്റർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക് നമ്മൾ സ്ലോ ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിർത്താനും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലച്ച് നമുക്ക് ന്യൂട്രാക്കാൻ നമുക്ക് ക്ലച്ചിന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ചില വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ക്ലച്ച് വേണം. ചില വാഹനങ്ങൾ നമ്മൾ ന്യൂട്രാക്കി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാലും സ്റ്റാർട്ട് ആകത്തില്ല. അപ്പൊ നിങ്ങൾ ക്ലച്ചൂടെ ചവിട്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ
അതേ രീതിയിലുള്ള വണ്ടികളൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ക്ലച്ചോടെ ചവിട്ടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യാനുണ്ടാകും. അതുപോലെ തന്നെ ക്ലച്ച് ചവിട്ടിയാലേ ഗിയർ ഇടാൻ കഴിയത്തുള്ളൂ. നമുക്ക് ഗിയർ ഉണ്ടല്ലേ, ഇത് ഗിയർ ഇടണമെങ്കിൽ നമുക്ക് ക്ലച്ച് ചവിട്ടിയാലേ നമുക്ക് ഗിയർ ഇടാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു വണ്ടി മൂവ് ആണെങ്കിൽ നമ്മൾ ബ്രേക്കിൽ നിന്ന് മാറിയാൽ മാത്രമായിട്ട് എന്ത് ചെയ്യത്തില്ല, മൂവ് ആണോന്നില്ല. ചിലപ്പോൾ ഇറക്കമാണെങ്കിൽ ചിലപ്പോൾ ബ്രേക്കിൽ നിന്ന് മാറി കഴിയുമ്പോൾ ചിലപ്പോൾ അത് മൂവ് ആകും. അപ്പൊ നമ്മൾ ക്ലച്ച് എന്നൂടെ എടുത്താൽ എന്ത് ചെയ്തുള്ളൂ, മൂവ് ആകത്തുള്ളൂ. അപ്പൊ വണ്ടി മൂവ് ആക്കാൻ ക്ലച്ച് വേണം. അതുപോലെ തന്നെ പതിയെ നമ്മൾ സ്ലോയിൽ ഇറങ്ങാനൊക്കെ ഉണ്ട്. അത് സ്ലോ ചെയ്യാൻ ഒക്കെ നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്, ക്ലച്ചിന്റെ ആവശ്യമുണ്ട്. നമ്മൾ ബ്രേക്കേഴ്സ് നമുക്ക് സ്ലോ ചെയ്യാൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ബ്രേക്കിന്റെ ആവശ്യം ചിലപ്പോൾ നമുക്ക് സ്ലോയിൽ പോകേണ്ട സമയങ്ങളിൽ നമുക്ക് ബ്രേക്ക് ഇല്ലാതെ തന്നെ നമുക്ക് ക്ലച്ചിലും എന്ത് ചെയ്യാം, നമുക്ക് സെറ്റ് ചെയ്യാം, നമുക്ക് സ്ലോ ചെയ്യാം. അപ്പൊ ക്ലച്ച് സ്ലോ ചെയ്യാനും വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നിർത്താൻ നേരം നമുക്ക് ബ്രേക്ക് ആണല്ലോ നിർത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബ്രേക്കിൽ മാത്രം കാല് വെച്ചാൽ സംഭവിക്കും, വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് നിർത്താൻ നേരം നമ്മൾ ക്ലച്ച് കൂടെ വേണം ചവിട്ടാൻ. ഇതാണ് നമ്മൾ നിർത്തുമ്പോൾ നമുക്ക് ഇത് ബ്രേക്ക് നമ്മൾ നിർത്തുമ്പോൾ ഇങ്ങനെ ആദ്യമേ ക്ലച്ച് ചവിട്ടുന്നു, ഇങ്ങനെ വേണം വണ്ടി നിർത്താൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മളിങ്ങനെ ആദ്യമേ ബ്രേക്ക് ആകുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് ബ്രേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യും, വണ്ടി ഓഫ് ആയി പോകും. നമ്മൾ ആ വണ്ടി നിർത്തണം എന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടി കൊടുത്തതിന് ശേഷം മാത്രം ഇത് നമുക്ക് സ്പീഡ് കൂട്ടാനാണ് ആക്സിലേറ്റർ. പിന്നെ നമ്മൾ ഇത് കണ്ടില്ല, ഗിയറിലേക്ക് വന്നാൽ ഇത് കണ്ട ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എന്ന് കാണാം. അത് നമ്മൾ ഫസ്റ്റ് ഗിയറിലാണ് ഒരു വണ്ടി എപ്പോഴും എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ ഗിയറുകളിൽ സെക്കൻഡ്, തേർഡ്, അതുപോലെ തന്നെ ഫോർത്ത്, ഇങ്ങനെ ഇത് കണ്ടില്ല, ഈ ഒരു രീതി വേണം നമ്മൾ ഗിയറുകൾ ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ 6 ആണ്, അത് റിവേഴ്സ് ഗിയർ ആണ്, കണ്ട റിവേഴ്സ്. ഇത് ഹാൻഡ് ബ്രേക്ക് ആണ്. ഈ ഹാൻഡ് ബ്രേക്ക് നമുക്ക് മാറ്റി വേണം വണ്ടി. അത് ഞാൻ ക്രമത്തിന് ഞാൻ വണ്ടി കയറി എടുക്കുന്നവരെ കാണിച്ചു തരാം. നമ്മൾ ആദ്യമേ ഒരു വാഹനത്തിലേക്ക് കയറിയിരുന്ന് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഞാനത് കാണിച്ച് ഇതിന്റെ ഉപയോഗങ്ങൾ ഞാൻ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മൾ ആദ്യമേ വാഹനത്തിൽ കയറി എന്തൊക്കെയാണ് ചെയ്തിട്ടാണ് ഈ വണ്ടി ഇനി എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബ്രേക്കിലേക്ക് കാല് വെച്ച് നമ്മൾ സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം, കണ്ട ഈ ഒരു രീതിയിൽ. എന്നാലും നമുക്ക് ഈ സീറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ആകത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. അന്നേരം പലരും എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഇതാണ്ട് ഇങ്ങനെ വെച്ച് നോക്കും. അപ്പൊ നമ്മുടെ കൈ പിടിയില്ല, അപ്പൊ കൃത്യമാണോ ഇല്ലെന്ന് അറിയത്തില്ല. കാരണം നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് പിടിക്കേണ്ട കാര്യമുണ്ട് വണ്ടി നിർത്താൻ വേണ്ടിയിട്ട്. ആ സമയം നമ്മൾ സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടത്. കാരണം നമ്മുടെ കൈയും കാലും കറക്റ്റായിട്ട് എത്തത്തക്ക പോലെ വേണം നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുവേണ്ടിയാണ് ഈ ബ്രേക്കിലും സ്റ്റിയറിംഗിലും കൈ പിടിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇത് കണ്ട ഈ രീതി ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ചാർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കണ്ടല്ല, ഈ ഒരു ഭാഗത്താണ്, ഇത് കണ്ട ഈ ഒരു ക്ലിപ്പിൽ നമ്മളിങ്ങനെ ഇത് കണ്ട ഇങ്ങനെ മുകളിലോട്ട് പ്രസ് ചെയ്ത് പിടിച്ചോണ്ടിരിക്കുക. എന്നാൽ ഈ ചാര് നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ആയി വരത്തുള്ളൂ. അല്ല നമ്മളിങ്ങനെ പകുതിക്കാക്കി വെച്ചാൽ മതി, ഇത് കിറുകിറാന്ന് കേൾക്കുകയും ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് ചാര് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ ബ്രേക്കിലേക്ക് ചവിട്ടി സ്റ്റിയറിംഗിൽ പിടിച്ച് നമ്മുടെ സീറ്റ് 2 ഭാഗം ക്ലിയർ ആക്കി. അതിനുശേഷം നമ്മൾ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുമെങ്കിൽ തനിയെ വാഹനം ഓടിക്കുവാൻ പേടി അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടുപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസിന് ശേഷം നിങ്ങളുടെ പ്രാക്ടീസിന് വല്ല പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമെന്നൊക്കെ പറഞ്ഞ്. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം 70 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസ് കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മൾ പേടിച്ചിരിക്കുന്നു? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ്ട് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ക്ലച്ച് ചവിട്ടണം കേട്ടോ. അപ്പൊ നമ്മുടെ കാല് ബ്രേക്കിൽ തന്നെ ഉണ്ടായിരിക്കണം. നമ്മൾ ആദ്യമേ ബ്രേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റരുത്. കാരണം വണ്ടി എപ്പോഴും ഒരു വണ്ടിക്ക് നല്ല രീതിയിൽ ഹാൻഡ് ബ്രേക്ക് ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ 4 സൈഡിലും വീലുകൾ ഉരുണ്ട് കിടക്കുമായതുകൊണ്ട് എപ്പോഴും നമ്മളൊരു നിരപ്പത്ത് തന്നെ കിടക്കണമെന്നില്ല. വണ്ടി ചിലപ്പോൾ നമ്മൾ ക്ലച്ച് ആണ് ആദ്യം ചവിട്ടുന്നതിന് സംഭവിക്കും, വണ്ടി ഉരുണ്ട് പോവുക ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് കൂടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ന്യൂട്രാക്കാനുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ബ്രേക്കാലും അത് നമുക്ക് നല്ല രീതിയിൽ കാലില്ലെങ്കിലോ വണ്ടി ഉരുളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി വെച്ചിരുത്, ക്ലച്ച് ചവിട്ടുന്നു. ക്ലച്ച് ചവിട്ടിയിട്ട് നമ്മൾ ന്യൂട്രാക്കണം കേട്ടോ, ന്യൂട്രിങ്ങനെ ആക്കണം. അപ്പൊ നിങ്ങൾ അല്ലാതെ ഇങ്ങനെ നോക്കരുത്, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക്. അപ്പൊ അങ്ങേ അറ്റത്ത് നിന്ന് ഒരു ഗിയറായിട്ട് കിടക്കുന്നത്, അതിന്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. ഒന്ന് ഇങ്ങോട്ട് തട്ട് ന്യൂട്രായി. അതേപോലെ തന്നെ ഇങ്ങേ അറ്റത്ത് വന്നാലും ഒരു ഗിയറാണ്, ഇങ്ങോട്ട് വരാനില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ അറ്റത്ത് കൊണ്ട് ആണെന്ന് ഉറപ്പാക്കുക, ഒന്ന് തട്ടി വിടുക, ന്യൂട്രായി. അതുപോലെ തന്നെ ഇങ്ങോട്ടാണ് നിങ്ങൾ തട്ടുന്നെങ്കിലും ഇങ്ങേ അറ്റത്ത് വന്നാൽ അതൊരു ഗിയറിലാണ്, അങ്ങോട്ടൊന്നുമില്ല. ഇനി ഇങ്ങോട്ട് തട്ടുക, അപ്പൊ ന്യൂട്രായി. ന്യൂട്രായതിനു ശേഷം പിന്നെ നമുക്ക് ക്ലച്ച് കാല് വെക്കേണ്ട കാര്യമില്ല, നമുക്ക് കാല് താത്ത് വെക്കാം. അതുപോലെ നമ്മളിപ്പോൾ ഓടിക്കാൻ പോകേണ്ട നമ്മൾ താത്ത് വെക്കണമെന്നില്ല, ചവിട്ടാതിരുന്നാൽ മതി. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ചില വാഹനങ്ങൾ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ക്ലച്ചിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ചില വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ക്ലച്ചെന്ന് ന്യൂട്രാക്കിയതിനു ശേഷം ക്ലച്ചെന്ന് കാലത്ത് വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ക്ലച്ചോട് ചവിട്ടി നോക്കുക. ഇതേപോലുള്ള വാഹനങ്ങളൊക്കെയാണ് നിങ്ങൾ നോക്കുക. അപ്പൊ നമുക്ക് ന്യൂട്രാക്കി തന്നെ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ന്യൂട്രാക്കി അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ ചാവി ഇടുകയാണേ. അതുകൊണ്ട് ഒന്ന് തിരിക്കുക,
ഒന്ന് തിരിച്ച് നമ്മുടെ സ്റ്റിയറിംഗിന്റെ ലോക്ക് അഴിക്കുന്ന കണ്ടോ. അപ്പം ഇത് ഞാനൊന്ന് ലോക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പൊ ഞാനിത് താക്കോൽ ഊരി കണ്ടോ, ഇത് അങ്ങ് ലോക്കായി. ഈ ലോക്ക് ആയതിനു ശേഷം ഇത് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എങ്ങോട്ടാണ് ഒരു പ്ലേ ഉള്ളത് നമ്മൾ അങ്ങോട്ട് പിടിക്കുക. ഇങ്ങോട്ടൊരു പ്ലേ ഇല്ല, രണ്ട് ഇങ്ങോട്ടാക്കി കണ്ട ഒരു പ്ലേ കിട്ടി കണ്ട. എന്നിട്ട് നമ്മൾ ഈ താക്കോൽ ഇട്ടിട്ട് ഒന്ന് തിരിച്ചാലാ ഇത് കണ്ട കൃത്യമാണ് ആ ചാവി ഇത് കണ്ട തുറന്നു കഴിഞ്ഞപ്പം ഈ ലോക്ക് അഴിഞ്ഞു. എന്നിട്ട് മീറ്റർ കൺസേൺ ലൈറ്റ് വന്നില്ല. ഇപ്പൊ ഡോറ് തുറന്നു കിടക്കുന്നുണ്ടാണ് ആ സൗണ്ട് കേൾക്കുന്നത്. ഇതാണല്ലോ ഇപ്പൊ ലൈറ്റ് ഇല്ല. വീണ്ടും ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിക്കുന്നു. അന്നേരം നമുക്ക് മീറ്റർ കൺസേൺ ലൈറ്റ് വരും. അപ്പൊ പഴയ വണ്ടികളും അല്ലാത്തുണ്ടെങ്കിലോ പ്രീമിയം വണ്ടി അല്ലെങ്കിൽ കുറച്ച് ലൈറ്റുകളെ കാണത്തുള്ളൂ. അതിൽ 1-2 ലൈറ്റ് ഒക്കെ ഇടും. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യാം, നിങ്ങൾ ഒന്നുകൂടെ തിരിക്കുക കണ്ട. ഇങ്ങനെ ചെയ്താൽ മതി വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തുടക്കക്കാർ കയറി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ട ആദ്യമേ കയറിയിരുന്നു, നമ്മുടെ സീറ്റിലേക്ക് ഇരുന്നു, ബ്രേക്കിലേക്ക് വെച്ചു, സ്റ്റിയറിംഗിലും പിടിച്ചു. സീറ്റ് നിങ്ങൾ അല്ലാതെ വേറെ ഒരു ഭാഗത്തേക്ക് ഒന്നും ചെയ്യാനൊന്നും പോകരുത്. ബ്രേക്കിലേക്ക് ചവിട്ടി, അതുപോലെ തന്നെ സ്റ്റിയറിംഗിൽ പിടിച്ചു, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു, അതുപോലെ തന്നെ നമ്മുടെ ചാര് അഡ്ജസ്റ്റ് ചെയ്തു, ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ന്യൂട്രാക്കി. പിന്നെ നമുക്ക് കാല് വെക്കണമെന്നില്ല, കാല് മാറ്റി വെക്കാം. 1 തിരിച്ചു, 2 തിരിച്ചു, 3 തിരിച്ചു കണ്ടോ, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇത്ര ഉള്ളു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം. അതിനുശേഷം നമ്മൾ 2 സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഇത് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു ഓടി വന്നു വെച്ച് പറയാൻ എന്ത് പറയും, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, സീറ്റ് ബെൽറ്റ് ഇടുക എന്ന് പറയും. നമുക്കൊരു സീറ്റ് ബെൽറ്റ് ഇടാനല്ല നമ്മൾ പഠിക്കേണ്ട, അതിന് ആവശ്യമുണ്ട്, അത് ഓടിക്കുന്നതിന് മതി. ഇതിപ്പോ ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി എന്തെല്ലാം സാധനങ്ങളാണ്, അതുപോലെ തന്നെ എന്തെല്ലാം ചെയ്തിട്ടാണ് വണ്ടി മൂവ് ആകുന്നത്, എടുക്കുന്ന നമ്പർ എന്റെ സബ്ജക്റ്റോ കണ്ടന്റോ തംബ്ലൈനോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഈ വീഡിയോയുടെ താഴെ വന്ന് നിങ്ങളെ കമന്റുകളൊക്കെ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. എന്ത് കമന്റ് നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് നിങ്ങൾ കമന്റ് ബോക്സ് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം 2 സൈഡിലെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യും. എന്താണ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസ് മോഡൽ വണ്ടി ഉണ്ടാകും, ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ടാകും. അപ്പം ബേസ് മോഡൽ വണ്ടിയിലാകുമ്പോൾ നമുക്ക് കയറി ഇരിക്കുമ്പോഴേ വേണം എന്ത് ചെയ്യാൻ, ഇതുപോലൊക്കെ മിററുകളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതേസമയത്ത് ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി ആണെങ്കിലും പ്രീമിയം വണ്ടിയൊക്കെ വരുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആകാതെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ക്രമമായിട്ടെല്ലാം ചെയ്ത് കാണിച്ചു തരുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന വണ്ടി ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ നിങ്ങൾക്കൊരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തെല്ലാമാണ് അതിന്റെ ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ. അപ്പൊ ഈ ഒരു രീതി തന്നെ നിങ്ങളുടെ വീട്ടിൽ ഏത് വണ്ടി ഇനി കിടക്കുകയാണെങ്കിലും ഈ ഒരു രീതി ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, വണ്ടിയെ കയറി ഇരുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം 2 സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്യുന്നു. ഈ മിറർ ക്ലിയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് കണ്ടില്ലേ, 1/4 ഭാഗവും 3/4 ഭാഗം വെച്ച് വേണം മിറർ ചെയ്യാൻ. നമ്മൾ ഇരിക്കുന്ന സീറ്റിനനുസരിച്ച് ഇത് കണ്ട 1/4 ഭാഗം നമുക്ക് ബോഡി കാണത്തക്ക പോലെ, 3/4 ഭാഗം വ്യൂ കാണത്തക്ക പോലെ. നമ്മുടെ സീറ്റ് ഡ്രൈവർ സീറ്റ് ഇരുന്നുകൊണ്ട് ഈ ഒരു രീതിയിലായിരിക്കണം. അല്ല നിങ്ങൾ ഒരു കാരണവശാലും 3/4 ഭാഗം ബോഡിയും 1/4 ഭാഗം വ്യൂ ആയിട്ട് വെക്കരുത്. 1/4 ഭാഗം നമുക്ക്, അതായത് നമുക്കൊരു ഉന്നം കെട്ടണം, ബാക്കി നമുക്ക് കാണത്തക്ക ഒരു സീറ്റ് ഇരുന്നുകൊണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ താഴെ പൊക്കി ഒന്നും ഇങ്ങനെ വെക്കരുത് കണ്ട. നമുക്ക് ആ ഒരു മിഡിലായിട്ട് തന്നെ ആയിരിക്കണം ഇരിക്കാൻ. കണ്ടത് നമ്മൾ ഈ സീറ്റ് ഇരുന്നുകൊണ്ട് ഇങ്ങനെ നോക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പൊ ഈ രീതി ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ട് 10-20 വർഷം കൊണ്ട് വണ്ടി ഓടിക്കുന്നവർ വരും വണ്ടിയെ നിങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. കാരണം പെടലേക്ക് വേന എടുക്കുന്നതിന്റെ കാരണം എന്താ, ഈ ഒരു രീതി നോക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഈ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് ഈ മിറർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, നമുക്ക് പെടലേക്ക് വേന ഈ ഒരു രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെടലേക്ക് വേന ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു രീതി മിറർ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ സെൻട്രലിലെ മിററിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ബാക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു മിററിൽ കൂടെ നമുക്ക് ഫുള്ളായിട്ട് പോലെ വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ ഒരു ഭാഗത്തായിട്ട് വെക്കരുത്. നമുക്ക് ഈ ഫുൾ മിറർ ഇതിനകത്ത് കൂടെ ആ വ്യൂ കിട്ടും. ഈ ഒരു രീതി മിറർ അല്ല നിങ്ങൾ താത്തോ പൊക്കി ഇങ്ങനൊന്നും വെച്ചു കളയരുത്. അതുകൊണ്ടാണ് നമുക്ക് ഈ പെടലിക്ക് വേന ഉണ്ടാകാനുള്ള കാരണം. നമ്മൾ ഈ ഒരു മിററിലോട്ട് വന്നാലും നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊക്കെ നോക്കാൻ പോയാൽ മതി കേട്ടോ. നമുക്ക് പെടലിക്ക് വേന ഉണ്ടാകും. നമുക്ക് ഈ സീറ്റ് ഇരുന്നുകൊണ്ട് തന്നെ ഇത് കണ്ട എന്നെ നോക്കി, ഈ സീറ്റ് ഇരുന്നുകൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരുന്നോ, നമ്മൾ ചെറുതായിട്ട് മാത്രം എന്ത് ചെയ്യും, നമ്മുടെ പെടലിക്ക് ഒരു അനക്കമുണ്ട്. അല്ല നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യരുത്, പോകരുത്. ആ ഒരു ഇതിലായിരിക്കണം നമുക്ക് മിററുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടാം. കാരണം നമുക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഇട്ടില്ലെങ്കിൽ സാരമില്ല, മുന്നോട്ട് എടുക്കുമ്പോൾ പരിഗണന അടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇടാം. അപ്പൊ ഞാൻ ഇപ്പൊ സീറ്റ് ബെൽറ്റ് ഇടാനല്ല പഠിപ്പിക്കുന്നത്, വണ്ടി എടുക്കുന്ന വരെയാണ്. അപ്പൊ മിറർ അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം ക്ലച്ച് ചവിട്ടുന്നു. നമ്മൾ ക്ലച്ച് എന്ന് പറയുമ്പോൾ ഇതറിയാമല്ലോ, ഇതാണ് ക്ലച്ച് ചവിട്ടുന്നു. ക്ലച്ച് വീണ്ടും നമ്മൾ ചവിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഗിയർ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ കിടക്കുന്ന വണ്ടിയാണ്, എടുക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കുക. കണ്ടാ, ക്ലച്ച് ചവിട്ടിക്കൊണ്ട് തന്നെ വേണം ഗിയർ ഇടാൻ. ഫസ്റ്റ് കൊടുത്തു. അതിനുശേഷം നേരെ ഹാൻഡ് ബ്രേക്ക് എടുക്കുന്നു. ഇതുണ്ടല്ലേ, ഹാൻഡ് ബ്രേക്ക് മാറ്റുന്നു. നമ്മൾ എന്തിനാണ് ഈ ഫസ്റ്റ് കൊടുത്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് മാറ്റുന്നതെന്ന് വെച്ചാൽ, നമുക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ നമുക്ക് വേണേൽ ഹാൻഡ് ബ്രേക്ക് മാറ്റാം. പക്ഷെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ പണി എന്താണ്, മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ മൊത്തവും ഇവിടെ നിൽക്കും, മിററിലേക്ക് നിൽക്കും. അപ്പം ഈ മിററിലേക്ക് നിൽക്കുമ്പോൾ നമ്മുടെ കാൽ എവിടുന്ന് അയയാം, ബ്രേക്കിൽ നിന്നും അയയാം.
അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ വാഹനത്തിന്റെ വീലുകൾ 4 സൈഡില് ഉരുണ്ട് കിടക്കുവായത് കൊണ്ട് എന്ത് സംഭവിക്കും? വണ്ടി ഉരുളാം. എപ്പോഴും ഒരു വണ്ടി നിരപ്പത്ത് തന്നെ കിടക്കണമെന്ന് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വണ്ടിക്ക് അത് ചെയ്യാനൊന്നുമില്ല, നമുക്ക് എടുത്താൽ മതി. അപ്പൊ അതുകൊണ്ടാണ് ഈ ലാസ്റ്റിൽ ഹാൻഡ് ബ്രേക്ക് മാറ്റുന്നത്. ഹാൻഡ് ബ്രേക്ക് മാറ്റി അതിനുശേഷം നമ്മൾ ബാക്കിൽ നോക്കണം. അതായത് ബാക്കിൽ നോക്കുന്നത് നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ, കാരണം നമുക്ക് റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കാനാണ് ലൈസൻസ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ക്രമമായിട്ട് പഠിക്കുന്നത് അതേ രീതിയിൽ നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ. കാരണം നമ്മളിപ്പോ ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മളിപ്പോ ചിലപ്പം ഇപ്പൊ ചെയ്യുന്ന സമയത്ത് നമുക്ക് വണ്ടിയില്ല, വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ എവിടുന്ന വണ്ടി നമുക്ക് ചോദിക്കാം. ആ സമയത്ത് നമ്മളെ പഠിക്കുന്നതേ പാടൂ എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ഒരു വണ്ടി കാണാം, നമുക്ക് റോഡിലാണ് വണ്ടി ഓടിക്കേണ്ടത് എപ്പോഴും. അപ്പൊ ഈ റോഡുള്ളിടത്തോളം കാലം നമ്മുടെ വണ്ടി റോഡിലുണ്ടോ ഇതേപോലെ വണ്ടി ആ റോഡിൽ വേറെ വരാം. അപ്പൊ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു അത് പഠിക്കുന്നു, അതുപോലെ തന്നെ ആയിരിക്കും നാളെ. അല്ല ഇന്നിപ്പോ വണ്ടി ഇല്ല, ഇവിടെ നിന്ന് വണ്ടി വരത്തില്ല, നമ്മളത് ശീലമായി കഴിഞ്ഞാൽ നാളെ വണ്ടി ഇല്ലാത്തടത്തും നല്ല നമ്മൾ വണ്ടി എടുക്കേണ്ടത് ഉള്ളിടത്തുനിന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സൈഡ് ഏതാ? റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ ലൈസൻസ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് വണ്ടി കിടക്കുന്നത്. നമ്മൾ ആ ഒരു രീതി തന്നെ നമ്മൾ പഠിക്കുക. ലെഫ്റ്റ് സൈഡിൽ വണ്ടി കിടക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് എടുക്കുക. അപ്പൊ റൈറ്റ് സൈഡിലോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കുക. മിററിൽ നോക്കി വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തണം. അപ്പൊ കാരണം ബൈക്കിന്ന് വരുന്ന വണ്ടിയുടെ സൈഡ് നമ്മുടെ സൈഡ് തന്നെ ആയതുകൊണ്ട് പിന്നെ ഈ ഒരു വീഡിയോ കാണുന്ന അറിയാവുന്നവരും ഇത് കാണുന്നുണ്ട്, ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഇത് കാണുന്നുണ്ട്, ഒട്ടും അറിയാത്തവരും കാണുന്നുണ്ട്. അപ്പം ഈ അവർക്കറിയത്തില്ല അവരുടെ വണ്ടിയുടെ വീൽ എങ്ങോട്ടോ ഒടിഞ്ഞ കിടക്കുന്നത്. ഇത് കണ്ട, ഇപ്പൊ ഞാൻ ഈ ഡ്രൈവിംഗ് സീറ്റ് എനിക്കറിയാം ഈ വണ്ടിയുടെ വീൽ എങ്ങോട്ടോ ഒടിഞ്ഞ് കിടക്കുന്നതെന്ന് അറിയാം. അതേ സമയത്ത് തുടക്കക്കാരെ സംബന്ധിച്ചോളം ഈ വണ്ടിയുടെ വീൽ എങ്ങോട്ടോ ഒടിഞ്ഞ് കിടക്കുന്നതെന്ന് അറിയത്തില്ല. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു, വണ്ടി അങ്ങോട്ട് എടുത്താൽ എന്ത് സംഭവിക്കും? ബൈക്കിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ഈ സൈഡ് തന്നെ ആയതുകൊണ്ട് എന്ത് ചെയ്യും? തട്ടും. അപ്പൊ നമ്മൾ എവിടെ നോക്കുന്നില്ല കാര്യം? മിററിൽ നോക്കുന്നതിലാണ് കാര്യം. അല്ല നമ്മളൊരു ഇൻഡിക്കേറ്റർ കൊടുത്തു എന്ന് പറഞ്ഞ് നമുക്കൊരു വണ്ടി എടുക്കുന്നതിലല്ല അവിടെ കാര്യം. കാരണം വെച്ചാൽ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി എവിടെ നോക്കിയപ്പോൾ കാണുന്നുണ്ട്, മിററിൽ നോക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ മിററിൽ നോക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇൻഡിക്കേറ്ററിലല്ല അവിടെ സത്യത്തിൽ അവിടെ കാര്യം ഇരിക്കുന്നത്. നമ്മൾ മിററിൽ നോക്കുന്നു, വണ്ടി കൊണ്ട് നമുക്ക് എടുക്കാൻ കഴിയത്തില്ല. കാരണം മുൻഗണന അവർക്കാണ്, ഓടി വരുന്നവർക്കാണ് മുൻഗണന. അപ്പൊ അതുകൊണ്ട് നമ്മൾ മിററിൽ നോക്കുന്നതിലാണ് പ്രാധാന്യം. പിന്നെ ഒരു ഇൻഡിക്കേറ്റർ കൊടുക്കുന്നതുകൊണ്ട് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ പ്രാധാന്യം കൊടുക്കേണ്ടത് കൂടുതൽ മിററിൽ നോക്കുന്നതിനായിരിക്കണം. അപ്പൊ പിന്നെ മിററിൽ നോക്കി വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വണ്ടി എടുക്കാം. എന്നിട്ട് നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു രീതിയിൽ ഇങ്ങനെ എടുത്ത് നോക്കണം. അതായത് നിങ്ങൾ ഇങ്ങനെ ഈ ക്ലച്ചിൽ നിന്ന് ആദ്യം എടുത്ത് നോക്കണ്ട. ഈ ക്ലച്ചിൽ നിന്ന് ആദ്യം ഇങ്ങനെ എടുത്ത് നോക്കാതെ ഈ ക്ലച്ചിലും ബ്രേക്കിലും ഇങ്ങനെ കാലിരിക്കുവാണല്ലോ. കാരണം നമ്മൾ ഗിയർ ഇട്ടേക്കുന്നതുകൊണ്ടാണ് നമ്മൾ ക്ലച്ചിൽ തന്നെ കാല് വെച്ചിരിക്കുന്നത്. കാരണം നമ്മളിപ്പോ ഈ ഒരു രീതിയിൽ നിന്ന് ഗിയർ ഇട്ടേക്കുന്നതുകൊണ്ട് നമ്മൾ ആ ബ്രേക്ക് കാലിരിക്കുമ്പോൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്താൽ വണ്ടി ഓഫ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓഫ് ആകാതിരിക്കാൻ ഗിയർ കിടക്കുന്നുണ്ട്, ക്ലച്ചിൽ കാല് വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പതിയെ എന്ത് ചെയ്യണം? ഈ ഒരു രീതിയിൽ ഇങ്ങനെ ബ്രേക്ക് എടുത്ത് നോക്കണം. ഈ ബ്രേക്ക് എടുത്ത് നോക്കുമ്പോൾ ബൈക്കിലേക്ക് പോവുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ആ ബ്രേക്കിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മെല്ലെ പതിയെ എടുക്കുക. അല്ലാതെ എന്താ സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് ഈ ബ്രേക്ക് ഇങ്ങനെ മാറുന്നുണ്ട്, ഈ മാറുമ്പോൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് അങ്ങ് മാറ്റാം. നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് എടുത്ത് മാറ്റണ്ട, പതിയെ 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 എടുത്ത് നോക്കണം. പിന്നെ നമുക്ക് അവിടെ അതിന്റെ ആവശ്യം വരുന്നില്ല. ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്യാൽ മതി? നിങ്ങൾ പതിയെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ എടുത്ത് നോക്കുക. അപ്പൊ നിങ്ങൾ വീല് സ്ട്രൈറ്റ് ആക്കിയിട്ട് വേണം നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സ്റ്റിയറിംഗ് എങ്ങനെയാണ്, വീൽ എങ്ങനെയാണ് സ്ട്രൈറ്റ് ആക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമ്മൾ ഫുൾ അങ്ങോട്ട് തിരിച്ചു വെക്കുക. ദാണ്ട് ഇത് കണ്ടില്ല, ദാണ്ട് ഈ ഒരു ടി അക്ഷരം പോലെ, ഇംഗ്ലീഷ് അക്ഷരം കണ്ട, ഈ ഒരു ടി അക്ഷരം പോലെ ഇത് രണ്ടാമത്തെ ഭാഗം നമ്മൾ താഴെ ഭാഗത്ത് വരുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് നേരെ ആയിരിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ കിടക്കുന്നിടത്തുനിന്ന് ഇങ്ങനെ കിടക്കുകയായിരിക്കും. ഇങ്ങനെ കിടക്കുന്നിടത്തുനിന്ന് നിങ്ങൾ രണ്ട് തിരിച്ചാൽ നേരെ ആകുമെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കണം. ഇപ്പൊ ഇങ്ങനെ കിടക്കുകയാണ്, ഞാൻ രണ്ട് തിരിച്ച് രണ്ടാമത്തെ പ്രാവശ്യം നോക്കാം. കണ്ടോ, ഒന്ന് തിരിച്ചു, രണ്ട് തിരിച്ചു, നേരെയാണോന്നില്ല. അതേ സമയത്ത് ഫുള്ളായിട്ട് നമ്മൾ തിരിച്ചു വെച്ചതിന് ശേഷം ഇത് കണ്ടില്ലേ, ലോക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ നേരെ താഴെ വന്നാൽ നമുക്ക് അറിയാം നേരെയാണ് വീല്. കണ്ടോ, അപ്പൊ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ നേരെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങൾ പതിയെ എടുത്ത് എന്ത് ചെയ്യാം? പിന്നെ നമുക്ക് അങ്ങോട്ടും പോയാലും ഇങ്ങോട്ടും വണ്ടി പോകുകയല്ല, നേരെ പോവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ട് അല്ലെ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നേരെ പോകണ്ടെങ്കിൽ ഈ ഒരു രീതി നേരെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ വണ്ടിയിലും പോയി തട്ടത്തില്ല, ഇവിടുത്തെ വണ്ടിയിലും പോയി തട്ടത്തില്ല, നേരെ തന്നെ എന്തായാലും വണ്ടി പോകുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നേരെ വീലാക്കിയതിനു ശേഷം ഈ ബ്രേക്ക് ഒന്ന് പതിയെ എടുത്ത് നോക്കുന്നു. കേട്ടാ, അത് പിന്നെ എങ്ങോട്ടും പോകുന്നില്ല. എന്നിട്ട് ക്ലച്ചിൽ എന്ത് ചെയ്യാം? എന്നിട്ട് ഇതുപോലെ മെല്ലെ എടുത്ത് നോക്കുക. കേട്ടാ, വണ്ടി എങ്ങും പോകണ്ട, കൃത്യമായിട്ട് നമുക്ക് വണ്ടി ഓഫ് ആകാതെ ഇതുപോലെ സ്മൂത്ത് ആയിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ സാധിക്കും. എന്നിട്ട് വണ്ടി നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ടുന്നു, ബ്രേക്ക് വെട്ടുന്നു. കേട്ടോ, വണ്ടി ഓഫ് ആകാതെ തന്നെ കൃത്യമായിട്ട് നിർത്താം. എന്നിട്ട് വീണ്ടും നിങ്ങൾ അതേ തന്നെ സ്ട്രൈറ്റ് എത്രത്തോളം വന്നു അത്രത്തോളം വന്നു. അതിനുശേഷം നിങ്ങൾ റിവേഴ്സ് ഗിയർ കൊടുക്കുക. റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ബ്രേക്കിൽ നിന്ന് മാറ്റി നോക്കുക. ബ്രേക്കിൽ നിന്ന് മാറ്റി നോക്കുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നമുക്ക് ആ ബ്രേക്കിന്റെ ആവശ്യമില്ല.
കേട്ടാ. നമുക്ക് എന്തായാലും വണ്ടി എടുക്കാനുള്ള വണ്ടിയാണല്ലോ, പിന്നെ എന്തിനാ ബ്രേക്ക് ഒന്ന് മാറ്റുന്നു, ക്ലച്ച് ഒന്ന് മെല്ലെ എടുക്കുന്നു കേട്ടാ. പിന്നെ ഇതേ ഒരു സാഹചര്യം ആയിരിക്കത്തില്ല എല്ലായിടത്തും ഒരു വണ്ടി എടുക്കുമ്പോൾ, ചിലപ്പോൾ ഒരു കയറ്റത്തായിരിക്കും, അപ്പോഴും ബ്രേക്ക് എന്നാണോ മാറ്റുന്നത് വെച്ചാൽ അന്നേരം ബ്രേക്ക് എന്നല്ല, നിങ്ങൾ എടുത്ത് നോക്കണം, എന്നാലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ ഇത് കയറ്റമാണോ നിരപ്പാണോ ഇറക്കമാണോ എന്ന് അറിയത്തുള്ളൂ. അപ്പൊ നിങ്ങൾ പതിയെ എടുത്ത് നോക്കുന്നു, നോക്കിയതിന് ശേഷം വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ട്, നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത്, ഫസ്റ്റ് ഗിയറും കൊടുത്താണ് മുൻപോട്ടാണ് പോകേണ്ടത്. അപ്പൊ ബാക്കിലോട്ട് പോകുന്ന നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് വെച്ചു ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക. അപ്പൊ നമുക്ക് ഈ ഡാഷ്ബോർഡിനകത്തൊരു വിറയല് പോലെ ഉണ്ടാകും. ഈ വിറയല് പോലെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ തന്നെ ക്ലച്ച്, പിന്നെ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് എടുക്കരുത്, ഇതാണ് ക്ലച്ചിൽ നിന്ന് പിന്നെ എടുക്കരുത്, അവിടെ തന്നെ വെച്ചോണ്ടിരിക്കുക, ബ്രേക്ക് ഒന്ന് മാറ്റുക കേട്ടോ. കറക്റ്റ് ആയിട്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ നിൽക്കും. ആ സമയത്ത് നമ്മൾ ചെറുതായിട്ട് ആസട്ട് ഒരുപാട് കൊടുക്കാൻ, സ്പീഡിന് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ ആസട്ട്. അപ്പൊ നമുക്ക് സ്പീഡല്ല അവിടെ വേണ്ടത്, ആ വൈബ്രേഷൻ എന്ത് ചെയ്യുക, ആസട്ട് ഒന്ന് താങ്ങി കൊടുത്താൽ നമ്മൾ നിരപ്പത്ത് നിന്ന് എടുക്കുന്ന പോലെ ക്ലച്ചിൽ നിന്ന് എടുത്താൽ എന്ത് ചെയ്യാം, ഇതേപോലെ കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. കണ്ടില്ലേ? അപ്പൊ അഥവാ നല്ല കയറ്റത്താണ് ആ വണ്ടി കിടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആസട്ട് ഇത്ര വേണം, ആസട്ട് ഒരുപാട് കൊടുക്കൊന്നും വേണ്ട, ഒരു 3 or 4 പേപ്പറിന്റെ കനത്തിന് മാത്രം ആസട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ സ്റ്റിയറിംഗിന്റെ ബാലൻസ് ഒക്കെ എങ്ങനെ എളുപ്പത്തിൽ നേടിയെടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, കണ്ട ഇത് കണ്ട ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ തിരിക്കുക, കണ്ട ഇങ്ങനെ തിരിക്കുക. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ആ ഒരു ബാലൻസ്, അപ്പം ഇത് കാണുന്ന അറിയാവുന്നവരൊക്കെ ചിലപ്പോൾ ചോദിക്കും ഈ വീല് തേഞ്ഞ മുതൽ ഇങ്ങനെ തിരിക്കുമ്പോഴെന്നൊക്കെ. കാരണം നമ്മൾ എന്തായാലും ഒരു വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ വായു നല്ല, നമ്മുടെ വീല് നിലത്തോട് തന്നെയാണ് ഓടുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ ഇങ്ങനെ കണ്ടാ ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൈക്കൊക്കെ ഭയങ്കര വേദനയും പൊളക്കൊക്കെ ഉണ്ടാകും. അത് തന്നെയല്ല നമ്മൾ നിർത്തിയിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒരു ബലമൊക്കെ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. ഓടിക്കുമ്പോൾ റണ്ണിങ്ങില് അധികം വരത്തില്ല. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഗിയർ വിട്ട് പഠിക്കണം. നിങ്ങൾ വീട്ടിൽ കിടക്കുന്ന സമയത്ത് ഫസ്റ്റ് അതുപോലെ തന്നെ നോക്കരുത്, നിങ്ങൾ ആദ്യമേ അതിന്റെ പോയിന്റുകൾ എവിടെയൊക്കെയാണ്, ഫസ്റ്റ് എവിടെയാണ്, സെക്കൻഡ് എവിടെയാണ്, തേർഡ് എവിടെയാണ്, ഫോർത്ത് എവിടെയാണ്, ഫിഫ്ത്ത് എവിടെയാണ്, റിവേഴ്സ് എവിടെയാണ്, നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ നേരെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, ഇതേപോലെ ഫസ്റ്റ് ഇടുക, ക്ലച്ച് ചവിട്ടണം കേട്ടോ, നല്ലപോലെ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് വേണം നിങ്ങൾ ഇടാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഇടുന്നു. അപ്പൊ നമുക്ക് വണ്ടി ഓടിച്ചോണ്ട് പോകാത്തോണ്ട് നമുക്ക് തെറ്റിയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, വണ്ടിക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മളൊന്ന് ആ വണ്ടിയെ കയറി നമുക്ക് ആ ഒരു കൈ കൊണ്ടും കാര്യം കൊണ്ടും വേണം നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്. നമുക്ക് കൃത്യമായിട്ട് അപ്പൊ ഇന്ന കാര്യങ്ങളിലൊക്കെയാണ് എന്റെ കൈ ചെല്ലേണ്ടത്, ഇന്നതിലാണ് എന്റെ കാല് ചെല്ലേണ്ടത്. അപ്പൊ ഇന്നതൊക്കെ ഞങ്ങൾക്ക് എനിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും വണ്ടി ഓടിക്കുമ്പോഴും എനിക്ക് ഈ കൈ കൊണ്ട് തന്നെയാണ് എനിക്ക് കീറിടേണ്ടത്. വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് എന്താണോ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ചെയ്യേണ്ടത് അത് വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ട്. പലരും ചെയ്യും നോക്കിക്കൊണ്ടൊക്കെ പ്രാക്ടീസ് ചെയ്യും, ഓടിക്കുമ്പോൾ വേറെ രീതി. അതുകൊണ്ടാണ് നമുക്ക് ഗിയറുകളൊക്കെ കൃത്യമായിട്ട് വീഴാത്തതും കാലൊന്നും ക്ലച്ചിലോട്ട് ചെല്ലാത്തതും ഒക്കെ. കാരണം ഏറ്റവും കൂടുതൽ പഠിച്ചു വെച്ചിരിക്കുന്നത് എല്ലാവരും സ്റ്റിയറിംഗും ഗിയറും പഠിച്ച ഡ്രൈവർ ആയെന്നാണ് എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അത് കാരണത്താൽ എന്ത് ചെയ്യും, എല്ലാവരുടെയും കയ്യും കാലും ഇവിടെ എന്തിനു വന്നാലും എന്ത് ചെയ്യും ഇങ്ങോട്ടേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് കാലുകൾ എന്താ ചെയ്തില്ല, അവർ കൂടുതലായിട്ട് പ്രവർത്തിക്കത്തില്ല, കൈ ചെല്ലേണ്ടത് കറക്റ്റായിട്ട് കൈ ചെല്ലത്തില്ല, കാല് ചെല്ലേണ്ടത് കാല് കറക്റ്റായിട്ട് ചെല്ലത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പ്രയാസം ബുദ്ധിമുട്ടെല്ലാം ഇടുങ്ങിയ സ്ഥലത്തും ഒരു വീടിന്റെ മുറ്റത്തും ഒക്കെ വണ്ടി എടുക്കാൻ പോയും നമുക്ക് പ്രയാസങ്ങളെല്ലാം ഉണ്ടാകാനുള്ള കാരണം. അപ്പൊ നേരെ നോക്കിയിട്ട് ഫസ്റ്റ് ഇടുക, അതുപോലെ തന്നെ സൈഡ് ചേർത്ത് തന്നെ സെക്കൻഡ് ഇടുക, അതുപോലെ തന്നെ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഡൗണും ആക്കി പഠിക്കണം, ഫോർത്ത്, തേർഡ്, സെക്കൻഡ്, ഈ ഒരു രീതിയിൽ ഇങ്ങനെ കണ്ടാ. അപ്പൊ കൃത്യമായിട്ട് അതുപോലെ തന്നെ നമ്മുടെ കാലുകളും അതുപോലെ തന്നെ നമുക്ക് ഈ ക്ലച്ചിന്റെ അതുപോലെ തന്നെ ബ്രേക്കിന്റെ ആക്സിഡന്റിന്റെ കാലുകളും കൃത്യമായിട്ട് നമുക്ക് എത്തുന്നുണ്ടോ, കൃത്യമായിട്ടാണോ കാലിരിക്കുന്നത്, ഇതൊക്കെ നമുക്കൊന്ന് ബാലൻസ് ആക്കണം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചു തന്നതെല്ലാം വ്യക്തമായി. ഇന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടി. എനിക്കും വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എന്തുണ്ടെങ്കിലേ ഇന്നൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇതിനകത്ത് ചോദിക്കാം. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി, നിങ്ങൾക്ക് നാണമൊന്നും വിചാരിക്കേണ്ട, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ കമന്റായിട്ട് ചോദിക്കാം, ഇന്നൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. നമുക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളത് മറ്റുള്ളവർ എന്തെങ്കിലും സംസാരിക്കുവോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും പറയുവോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് കണക്ക് കൂട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക വേണ്ട. ആ ഭാഗത്തേക്ക് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് കമന്റായിട്ട് തന്നെ ചോദിക്കാം, ഞാനത് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയി ഈ ഒരു വീഡിയോ എന്നുള്ളതും നിങ്ങൾ കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. പലരും വന്നിട്ട് വാട്സപ്പിൽ വന്നിട്ട് നല്ല എക്സലന്റ് ക്ലാസ് ആയിരുന്നു, ഗുഡ് ക്ലാസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇടാറുണ്ട്. വാട്സപ്പ് വഴി ഇടാതെ വീഡിയോയുടെ താഴെ തന്നെ കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണും വരെ